ഹായ്, എല്ലാവർക്കും ബിജിനമ്പൂർ വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് BLM ട്രാൻസ്പോർട്സ്. എന്താണ് BLM? BLMന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റി എന്നുള്ളതാണ്. അപ്പൊ BLMനെ പറ്റി കൂടുതൽ അറിയേണ്ടവർക്ക് ഞാൻ താഴെ ഒരു നമ്പർ കൊടുക്കാം, അതിലൊന്ന് വിളിക്കുക. നിങ്ങൾക്ക് BLMനെ പറ്റി കൂടുതൽ അറിയാവുന്നതാണ്. അപ്പൊ BLM ട്രാൻസ്പോർട്ടിന്റെ വീര നിർമ്മിച്ചിട്ടുള്ള ഒരു ബസ്സാണ് നമ്മൾ പരിചയപ്പെടാൻ പോണത്. ബസ് വീരയുടെ ഏറ്റവും പുതിയ ഫ്രണ്ട് കൗളിൽ പണിതിട്ടുള്ള വണ്ടിയാണ്. ഈ ബസ്സിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാല്, ഇത് വീരയുടെ തന്നെ സ്വന്തം ചേസിൽ പണിതിട്ടിരിക്കുന്ന വണ്ടിയാണ്. വീര മഹാസാമ്രാട്ട് എന്നുള്ള കുറച്ച് എഞ്ചിനുകൾ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ചേസാണ് ഈ വണ്ടിക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ ബസ് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. അപ്പൊ നമുക്ക് ഇന്നത്തെ ബസ് റിവ്യൂലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ബസ്സിൻ്റെ ഫ്രണ്ട് ലുക്ക് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. BLM എന്നുള്ള പേര് മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഈ BLM എന്നുള്ളത് ഒരു മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റിയാണ്. നമ്മുടെ YBMും ഇപ്പം BLMൻ്റെ ഒരു യൂണിറ്റായിട്ടാണ് ചെയ്തിട്ടുള്ളത്. BLMൻ്റെ അണ്ടർ തന്നെയാണ് YBM വരുന്നത്. ഇത് BLMൻ്റെ തന്നെ ഓൺ ഓപ്പറേഷനിൽ വരുന്ന വണ്ടിയാണ് BLM ട്രാൻസ്പോർട്ട്സ് എന്നുള്ളത്. ഞാൻ പറഞ്ഞ പോലെ അതൊരു മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റിയാണ്. നമുക്ക് ഡെപ്പോസിറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റിയാണ്. നല്ലധികം ബെനഫിറ്റ് കാര്യങ്ങളൊക്കെ ഉള്ള സൊസൈറ്റിയാണ്. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങളൊന്ന് കോൺടാക്റ്റ് ചെയ്യുക. അപ്പം BLMനെ പറ്റിയിട്ട് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. രണ്ട് സൈഡിലായിട്ട് മനോഹരമായ കൊമ്പുകൾ കാണാം. അതുപോലെ മുകളിൽ ബ്ലാക്കിൽ കുറച്ച് ടോപ്പ് ലൈറ്റ്സ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ബട്ടർഫ്ലൈ വൈപ്പേഴ്സ്, വീരയുടെ ബാഡ്ജിങ് കൂടെ കൊടുത്തിട്ടുണ്ട്. വീരയുടെ ബസ്സുകൾ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്, കല്ലടയൊക്കെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നില്ലേ. ഇത് വീരയുടെ ഏറ്റവും പുതിയ ഒരു കൗളിൽ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. അത്യാവശ്യം നല്ല ഒരു ഇത് കാണുമ്പോൾ തന്നെ ഒരു എടുപ്പുള്ളൊരു കൗളാണ് ഈ വണ്ടിക്ക് വന്നിട്ടുള്ളത്. ഇവിടെ BS6 എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ വീരയുടെ ബാഡ്ജിങ് സെൻറ്ററിൽ കാണാം. ഞാൻ നേരത്തെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ ഇതൊരു വീരയുടെ തന്നെ ബിൽറ്റ് ചെയ്തിട്ടുള്ളൊരു ചേസാണ്. വീര മഹാസാമ്രാട്ട് എന്നാണ്. അപ്പോൾ ഇതിനെപ്പറ്റി എനിക്കും പുതിയതായിട്ടൊരു അറിവാണ്. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതലുള്ള കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുപോലെ എന്തെങ്കിലും അറിവുകൾ കൂടുതൽ കിട്ടുകയാണെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ വീഡിയോയിലും കൊടുത്തിട്ടുണ്ടാവും. ഇവിടെ നമ്പർ TN02CA1096 എന്നുള്ളതാണ്. 2 ഫോഗ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. താഴെ 2 ഫോഗ് ലാംപ്സ് വന്നിട്ടുണ്ട്. അതുപോലെ അത്രയും ഒരു ബമ്പർ പോർഷൻ ബ്ലാക്കിൽ ചെയ്തിട്ട് ഉള്ളിലോട്ട് കയറി നിൽക്കുന്ന രീതിയിലാണ് ഈ നമുക്ക് താഴോട്ട് നോക്കുമ്പം ഒരു നമ്മുടെ ലിപ്പ് കൊടുത്തേക്കുന്ന പോലെയാണ് പെട്ടെന്ന് തോന്നുക. പക്ഷേ ലിപ്പല്ലാതെ ഒരു ബമ്പറിൻ്റെ പോർഷൻ ഇവിടെ കണ്ടില്ലേ, ഉള്ളിലേക്ക് കയറിയാണ് ചെയ്തിട്ടുള്ളത്. ഇത്രയും പോർഷൻ ഉള്ളിലേക്ക് കയറിയാണ് ചെയ്തിട്ടുള്ളത്. 2 ലൈറ്റ്സ് വന്നിട്ടുണ്ട്. അതിനകത്ത് DRL അതിനകത്ത് തന്നെയാണ് ഇൻഡിക്കേറ്റർ വന്നിട്ടുള്ളത്. ഇതാണ് ഇതിൻ്റെ ഒരു ഓവറോൾ ഫ്രണ്ട് ലുക്ക് എന്ന് പറയണത്. വണ്ടി ഓടുന്ന റൂട്ട് കോഴിക്കോട് ചെന്നൈ റൂട്ടിലാണ് വണ്ടി സർവീസ് നടത്തുന്നത്. നമ്മൾ കോഴിക്കോടുള്ള നൈറ്റ് സർവീസുള്ള പാർക്കിങ്ങിലാണുള്ളത്. ഇവിടെ നോക്കുകയാണെങ്കിൽ ലക്കി കിടപ്പുണ്ട്. നല്ല കളർ കോഡിൽ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. സാം ടൂറിസ്റ്റിൻ്റെ 1, 2, 3 വണ്ടി കിടപ്പുണ്ട്. A1ൻ്റെ ഒരു വണ്ടി കിടപ്പുണ്ട്. അതുപോലെ സൂരജിൻ്റെ ഒരു സത്ലജ് ബിൽഡ് വണ്ടി കിടപ്പുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ ടിപ്പു സുൽത്താൻ്റെ ഒരു ബസ് കിടപ്പുണ്ട്. പിന്നെ ക്രിഷിൻ്റെ ഒരു വണ്ടിയുണ്ട്. ലക്കിയുടെ വേറൊരു വണ്ടിയുണ്ട്. അവിടെ MMKയുടെ ഒരു വണ്ടിയുണ്ട്. കോഴിക്കോട് ബാംഗ്ലൂർ ഓടുന്ന MMKയുടെ വണ്ടി. സൂരജിൻ്റെ തന്നെ വേറൊരു പ്രകാശ് ബിൽഡ് വണ്ടിയുണ്ട്. A1ൻ്റെ ഒരു വണ്ടിയും കൂടെ പുറകെ കിടപ്പുണ്ട്. അതുപോലെ YBMൻ്റെ വണ്ടി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ നിങ്ങൾ തമിഴിൽ കണ്ട വണ്ടി, അത് നമ്മൾ വീഡിയോ ഒക്കെ തുടങ്ങിയപ്പോൾ വണ്ടി പോയി. അത് നമുക്ക് BLMൻ്റെ സൈഡ് ലുക്ക് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഒരു ക്വാർട്ടർ ഗ്ലാസ് വീര വണ്ടികൾക്ക് കൊടുക്കുന്ന ആ ഒരു സെയിം ടൈപ്പ് സൈസിലുള്ള ഗ്ലാസ് തന്നെയാണ് ഈ വണ്ടിക്ക് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പഴയ വണ്ടികൾക്കൊന്നും ആ ഒരു ചരിഞ്ഞിട്ടുള്ള ആ ഒരു ഗ്ലാസ്സിനാണ് വണ്ടിക്ക് കൊടുത്തിട്ടുള്ളത്. മുകളിലായിട്ട് കൊമ്പുകൾ കാണാം. ബ്ലാക്ക് പോർഷനിലാണ് കൊടുത്തിട്ടുള്ളത്, ഡോറിൻ്റെ മുകളിലെ പോർഷൻ. അതുപോലെ ഇവിടെ ഫ്രണ്ട് ഓവർ ഹാങ്ങിൽ ഡോറ് വന്നിട്ടുണ്ട്. വീലിൻ്റെ പോർഷനിലേക്ക് പോകുമ്പം വീൽ ഡ്രം ഫുള്ളായിട്ട് അലോയ് വീലാണ് ചെയ്തിട്ടുള്ളത്.
സ്റ്റീലിലുള്ള അലോയ് വീൽസാണ്. പിന്നെ ടയർ സൈസ് മിഷലിൻ ടയർസ് വെച്ചിട്ടുള്ളത് 295/80R 22 പോയിൻറ്റ് സൈസുള്ള ടയർസ് വെച്ചിട്ടുള്ളത്. വണ്ടി സ്ലീപ്പർ ആയതുകൊണ്ട് തന്നെ 2 ഗ്ലാസ് സെപ്പറേഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് www.blmtransports.com എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വണ്ടിയുടെ ഫെസിലിറ്റീസ് കാര്യങ്ങളവിടെ കൊടുത്തിട്ടുണ്ട്. എലൈറ്റ് പേഴ്സണൽ മൂവീസ് ആൻഡ് മ്യൂസിക്, ട്രെയിൻഡ് സ്റ്റാഫ്, AC, CCTV, GPS, വുമൺ സേഫ്റ്റി. അതുപോലെ ഇവിടെ BLMൻ്റെ ലോഗോ കൊടുത്തിട്ടുണ്ട്. ഇവിടെ BLMൻ്റെ പേര് പച്ച ആ ഒരു മഞ്ഞ സ്ട്രോക്ക് കൊടുത്തിട്ട് മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ 3 ലഗേജ് ഓപ്പണിങ് വന്നിട്ടുണ്ട്. ഈ ഓപ്പണിങ് വരുന്നത് ബാറ്ററി ബോക്സാണ്. ഇവിടെ നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇതാ 2 12 വോൾട്ട് 2 ബാറ്ററികൾ ഈ ഒരു പോർഷനിൽ വെച്ചിട്ടുണ്ട്. അടുത്ത 2 സൈഡിലായിട്ട് ലഗേജ് ഓപ്പണിംഗ് ആണ്. ഈ ഒരു വലുപ്പത്തിലുള്ള ലഗേജ് സ്പേസ് ഈ ഒരു വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, IBM അവിടെ പോകാൻ കിടക്കുന്നുണ്ട്. കണ്ട IBMൻ്റെ അടി കണ്ടില്ലേ, ഈ യൂണിറ്റ് ഓഫ് BLM എന്ന് കൊടുത്തിട്ടില്ലേ. BLMൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ IBM എല്ലാ വണ്ടികളും ഓടുന്നത്. ഇനി ഇവിടെ ആയിട്ട് ഇതിൻ്റെ ബാക്ക് വീൽ പോർഷൻ ആ സ്റ്റീലിൽ ചെയ്തിട്ടുള്ള അലോയ് വീൽസിനാണ് ഇതിൽ വെച്ചിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് ആ ഒരു വീൽസ് കാണാനായിട്ട്. അവിടെ സൈഡിലായിട്ട് കണക്റ്റിംഗ് ദ അൺകണക്റ്റഡ് എന്ന് ഒരു റൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ താഴെയായിട്ട് സ്വച്ഛ് ഭാരത് മേക്കിംഗ് ഇന്ത്യ ക്ലീൻ. അതുപോലെ അതിൻ്റെ മുകളിലായിട്ട് എക്സ്പീരിയൻസ് ദ വീര മഹാസാമ്രാട്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ആ വീരയുടെ ഒരു ചേസ് എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ള ഒരു റൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് 2 ലഗേജ് സ്പേസ് വന്നിട്ടുണ്ട്. മുകളിലായിട്ട് 2+1 പ്രീമിയം ക്ലാസ് AC സ്ലീപ്പർ. അവരുടെ ആപ്പ് കാര്യങ്ങളൊക്കെ ഗൂഗിൾ പ്ലേയിലും ആപ്പ് സ്റ്റോറിൽ അവൈലബിൾ ആണെന്നുള്ള ലെറ്റർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ സെൻട്രലായിട്ട് BLMൻ്റെ ഒരു വലിയ ലോഗോ സെൻട്രലിൽ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി വീര ബിൽറ്റ് ചെയ്തിട്ടുള്ള BLMൻ്റെ ബാക്ക് ലുക്ക് നോക്കുകയാണെങ്കിൽ BLM എഴുതിയിരിക്കുന്ന അത്രയും പോർഷൻ ഗ്ലാസ് പോർഷനാണ്. പക്ഷേ അകത്തുനിന്നുള്ള വ്യൂ ഇല്ല. ആ ഒരു ഇത്രയും ഭാഗത്ത് ഇതിൻ്റെ എമർജൻസി എക്സിറ്റ് ഡോറ് വരുന്നുണ്ട്. അതിൻ്റെ മുകൾ വശം കണക്കാക്കിയിട്ട് അതിൻ്റെ ഗ്ലാസ് പുറത്തേക്കുള്ള വ്യൂ ഉള്ള ഭാഗം വരുന്നുള്ളൂ. BLMൻ്റെ ലോഗോ 2 സൈഡിലും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ക്യാമറ, 2 സൈഡിൽ റിഫ്ലക്റ്റേഴ്സും സെൻട്രൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ BLMൻ്റെ ലോഗോ ഇത് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. വീരയുടെ വലിയൊരു ബാഡ്ജിങ്ങാണ് ആ ഒരു ബ്ലാക്ക് പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ www.blmtransports.com ഇവരുടെ അഡ്രസ്സ് കാര്യങ്ങൾ ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബുക്ക് ചെയ്യാനുള്ള നമ്പർ, വിളിക്കാനുള്ള നമ്പർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത്രയും ഭാഗത്തൊരു ഡിക്കി സ്പേസ് തന്നെയാണ് ഈ വണ്ടിക്ക് വന്നിട്ടുള്ളത്. അതുപോലെ താഴെ നമ്പർ കാണാം. ഇതിൻ്റെ ഈ ഒരു പോർഷൻ നോക്കി, ലൈറ്റിൻ്റെ ഈ ഒരു 3 ലൈറ്റുകൾ ഇങ്ങനെ വന്നിട്ട് താഴേക്ക് ഇങ്ങനെ ബമ്പറിലേക്ക് ഇങ്ങനെ ചെയ്ത് കൊടുത്തേക്കാണ്. ഒരു അത്യാവശ്യം നല്ല വെറൈറ്റിയിലാണ് വീര ഇപ്പം പുതിയ ബസ്സുകൾ ഇറക്കിയിട്ടുള്ളത്. അവരുടെ ആ പഴയ ഒരു ലുക്ക് തന്നെ മാറ്റിയിട്ടാണ് ഈ ഒരു വണ്ടി ഇറക്കിയിട്ടുള്ളത്. അവിടെ നോക്കണ IBM കാണാം. അതായിരുന്നു വീരയുടെ ഇതിനു മുമ്പുള്ള ഒരു ലുക്ക്. ആ ലുക്കിൽ നിന്നാണ് ഈ ഒരു ലുക്കിലേക്ക് വീര വന്നിട്ടുള്ളത്. ഇതാണ് വണ്ടിയുടെ ബാക്ക് ലുക്ക്. അപ്പോൾ നമുക്ക് വണ്ടിയുടെ അടുത്ത സൈഡുകൾ നോക്കാം. ഇവിടെ 2 ലഗേജ് സ്പേസ് വന്നിട്ടുണ്ട്. അപ്പുറത്തെ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ സെയിം ഇപ്പുറത്ത് തന്നെ കൊടുത്തിട്ടുള്ളത്. എമർജൻസി എക്സിറ്റ് ഡോറ് ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ ഇതൊരു പ്രത്യേക ഭംഗിയാട്ടോ ഈ അലോയ് വീൽസ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ JSR ഇറങ്ങിയ സമയത്ത് ഞാനത് സ്റ്റീലിൻ്റെ വീൽ ഡ്രമ്മാന്ന് പറഞ്ഞത്. പക്ഷേ കുറേ പേര് എനിക്ക് കറക്റ്റ് ചെയ്ത് തന്നു അത് പുതിയ അലോയ് വീൽസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം പുതിയ ടൈപ്പ് അലോയ് വീൽസാണ് ഈ ഒരു വണ്ടിക്ക് വെച്ചിട്ടുള്ളത്. അല്ല ഇവിടെ എല്ലാം ഇതിൻ്റെ ഡിക്കി സ്പേസ് വന്നിട്ടുണ്ട്. ഡീസൽ ടാങ്കിൻ്റെ ഓപ്പണിങ് ഇതാ ഇവിടെ ഉണ്ട്. ഡീസൽ ടാങ്കിൻ്റെ കപ്പാസിറ്റി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചെക്ക് ചെയ്യാം. ആഡ്ബ്ലൂവിൻ്റെ കപ്പാസിറ്റി അവിടെ നോക്കിയാൽ കാണാം. ഇത് ആഡ്ബ്ലൂ ടാങ്ക് വരുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ടിലും സ്റ്റീലിൻ്റെ അലോയ് വീൽസ് കൊടുത്തിട്ടുണ്ട്. ഇതാ ഇവിടെ സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ അപ്പുറത്തെ പോലെ തന്നെ സെയിം തന്നെയാണ്. ഒരു ഭാഗത്തായിട്ട് ഡ്രൈവർ ഡോർ വരുന്നുണ്ട്. ഇവിടെ പൈലറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. വണ്ടി നമ്പറും കൊടുത്തിട്ടുണ്ട്. ബാക്കി കൊമ്പുകൾ കാര്യങ്ങളൊക്കെ കാണാം. സൈഡിൽ ആ സെമി ഗ്ലാസ്സാണ് വന്നിട്ടുള്ളത്. ഇതാണ് വണ്ടിയുടെ ഓവറോൾ ലുക്ക് എന്ന് പറയുന്നത്. ക്യാബിൻ്റെ ലുക്കിലേക്ക് പോകാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വണ്ടി വീരയുടെ സ്വന്തം ചേസ് ആയതുകൊണ്ട് തന്നെ നോക്കി സ്റ്റിയറിങ്ങിൽ നോക്കി നമ്മളിതുവരെ കാണാത്ത ഒരു ടൈപ്പ് സ്റ്റിയറിംഗ് വീലാണ്. വീരയുടെ ബാഡ്ജിങ്ങാണ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ഈ പെഡല് കാര്യങ്ങളെല്ലാം ലൈലൻഡിൻ്റെയാണ്. ഭാഗത്തൊക്കെ ആണെങ്കിലും ഇവിടെയും
വീരയുടെ ബാഡ്ജിങ് ആണ് വന്നിട്ടുള്ളത്. ബാക്കിയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ വീരയുടെ ബാഡ്ജിങ് ആണുള്ളത്. ഇതിൻ്റെ ബാക്കി പവർ സ്വിച്ച് കാര്യങ്ങളെല്ലാം ഇവിടെ കാണാം. ലൈറ്റിൻ്റെ ഒക്കെ സ്വിച്ച് ഇതാ ഇവിടെയാണ് വന്നിട്ടുള്ളത്. AC-യുടെ യൂണിറ്റ് ഇവിടെ ഉണ്ട്. USB പോർട്ട്, ഡിസ്പ്ലേ, ഗിയർ ലിവർ ഇതാ ഈ ഒരു പോർഷനിൽ വന്നിട്ടുണ്ട്. മൊബൈൽ ഹോൾഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് ബ്രേക്ക് ഇവിടെ കാണാം. ഡ്രൈവർക്കായിട്ട് ഫാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സ്പീക്കേഴ്സ്, ലൈറ്റ്, മുകളിലായിട്ട് എയർ വെന്റിലേഷൻ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ഡിജിറ്റൽ ഡിസ്പ്ലേ ക്ലോക്ക് കാണാം. ഇത്രയും ഭാഗത്ത് ഇതിൻ്റെ ഡാഷ്ബോർഡ് ഒരു മാറ്റ് ബ്ലാക്കിൽ ചെയ്തിട്ടുള്ള ഡാഷ്ബോർഡാണ്. ഒരു ഫ്ലാറ്റിൽ ചെയ്തിട്ടുള്ള ഒരു ഡാഷ്ബോർഡാണ് വണ്ടിക്ക് വന്നിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ട് ഇതിൻ്റെ ഹോൺ വന്നിട്ടുണ്ട്. ഒരു അടിപൊളി ഹോൺ കാണാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വണ്ടിയുടെ എൻജിന് ക്യുമിൻസ് ആണ്. 220 HP ആണ് വണ്ടിയുടെ പവർ വന്നിട്ടുള്ളത്. വണ്ടിയുടെ ഗിയർ ബോക്സ് ഒക്കെ E10-ൻ്റെ ഗിയർ ബോക്സാണ് ഈ വണ്ടിക്ക് വന്നിട്ടുള്ളത്. അങ്ങനെ കുറച്ചധികം കമ്പനികളുടെ പാർട്സ് അസംബിൾ ചെയ്തിട്ടാണ് ഈ ഒരു ചേസ് വീര ബിൽഡ് ചെയ്തിട്ട് ബോഡി തന്നെ വീര കെട്ടിയിട്ടുള്ളത്. അതല്ല, ഗിയർ ബോക്സും വീര സെറ്റ് ചെയ്തിട്ടുള്ള ഗിയർ ബോക്സാണ്. വേറൊരു ഷേപ്പിലാണ് ഗിയർ ബോക്സ് വന്നിട്ടുള്ളത്. അതിൻ്റെ മുകളിലായിട്ട് ഫ്രെയിം കൊടുത്തിട്ട് കുഷ്യൻ സെറ്റ് ചെയ്തേക്കാണ് അതിൻ്റെ മുകളിലായിട്ട്. ഇവിടെ ആയിട്ട് കോ ഡ്രൈവർ സീറ്റ് ഇത് അവിടെ വന്നിട്ടുണ്ട്. സ്റ്റെപ്പ് ഇവിടെ കാണാം. അതുപോലെ ഈ ഭാഗം എന്ന് പറയുന്നത് ബർത്ത് കുറച്ചും കൂടി തള്ളി വെച്ചേക്കുന്ന പോർഷൻസാണ്. അതുപോലെ ഇവിടെ ലാഡർ കൊടുത്തിട്ടുണ്ട്. ഈ ലാഡർ എന്തിനാണെന്ന് ചോദിച്ചാൽ ഇവിടെ മുകളിലായിട്ട് കോ ഡ്രൈവർ സ്ലീപ്പിംഗ് ബർത്ത് വന്നിട്ടുണ്ട്. മുകളിലായിട്ട് ഇത്ര ഹൈറ്റിലാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ലോക്കബിൾ ക്യാബിനുണ്ട്. അതുപോലെ ഇവിടെ ഒരു ലോക്കബിൾ ക്യാബിനുണ്ട്. AC വെൻറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്ന ക്യുമിൻസ്. വീര തന്നെ ബിൽഡ് ചെയ്തിട്ടുള്ള ചേസിൽ വളർന്നിട്ടുള്ള വീര ബോഡി BLM ട്രാൻസ്പോർട്ട്സിൻ്റെ ഡ്രൈവർ ക്യാബിൻ്റെ വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് BLM-ൻ്റെ ഇൻറ്റീരിയർ കാഴ്ചകളിലേക്കാണ് പോകുന്നത്. ഇൻറ്റീരിയർ എക്സിക്യൂട്ടീവ് ലുക്കുള്ള ഇൻറ്റീരിയറാണ് വീര BLM-ന് വേണ്ടി ചെയ്തിട്ടുള്ളത്. അപ്പോൾ 36 സ്ലീപ്പിംഗ് ബർത്തുകളാണ് വീര BLM-ൻ്റെ ഉള്ളിൽ ഒരുക്കിയിട്ടുള്ളത്. നമുക്ക് ഇനി ഓരോ ബർത്തുകളിലെ കാഴ്ചകളിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ബർത്തിലെ ലുക്കിലേക്ക് നോക്കുകയാണെങ്കിൽ 2 പേർക്ക് സുഖമായി കിടക്കാൻ പറ്റുന്ന രീതിയിലുള്ള അടിപൊളി ബർത്താണ്. അപ്പോൾ നമ്മൾ ഇരിക്കുകയാണെങ്കിൽ ദാ ഇങ്ങനെ സുഖമായിട്ട് ഇരിക്കാനും പറ്റും. ബാക്ക് സപ്പോർട്ടും ഹെഡ് സപ്പോർട്ടും ഉള്ള കുഷ്യൻസ് ബാക്കിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ വേണ്ട പില്ലോ വരുന്നുണ്ട്. ബ്ലാങ്കറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബ്ലൂ കളറിലുള്ള കർട്ടൻസ് ആണ് ഉള്ളിൽ ഫുള്ളായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. ലാഡേഴ്സ് നോക്കിയാൽ ഇവിടെ സെൻട്രലായിട്ട് ലാഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ ഫുള്ളായിട്ട് 2 സൈഡിലൂടെ ആയിട്ടും സ്ട്രിപ്പ് ലൈറ്റ്സ് പോയിട്ടുണ്ട് കേട്ടോ. അതുപോലെ AC വെന്റിലേഷൻ, 2 പേർക്കുള്ള AC വെന്റിലേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ കാലിൻ്റെ ഭാഗത്തും ഇതാ ഇവിടെ 2 AC വെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നോക്കി മുകളിലായിട്ട് പ്ലഗ് പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ USB പോർട്ടും വന്നിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ റീഡിംഗ് ലാംപ്സ് ഇവിടെ കാണാം. അപ്പോൾ നമ്മൾ ഇതുവരെ ഇങ്ങനത്തെ ഒരു വണ്ടി പരിചയപ്പെടുത്തിയിട്ടില്ല. കാരണം വണ്ടിയിൽ യാത്രക്കാർക്ക് വേണ്ടി TV പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു ബർത്തിൽ ഒരു TV വെച്ചിട്ടാണ് യാത്രക്കാർക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഹെഡ്സെറ്റ് ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സുഖമായിട്ടിരുന്ന് സിനിമ ആസ്വദിച്ച് നമുക്ക് പോകാൻ പറ്റും. അതുപോലെ യാത്രക്കാർക്ക് വേണ്ടിയിട്ട് വാട്ടർ ബോട്ടിൽ BLM പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. BLM അവരുടെ വണ്ടിയുടെ ഫോട്ടോ ഇവിടെ കാണാം. അപ്പോൾ നമുക്ക് അവരുടെ സ്നാക്സ് ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം, എന്തൊക്കെയാണ് അവർ പ്രൊവൈഡ് ചെയ്ത് നോക്കാം. ഇതാ ഒരു സൗത്ത് ഇന്ത്യൻ സ്നാക്സ് ചിപ്സ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇതാ ടിഷ്യൂ, ഒരു ചെറിയ ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റ് അവർ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഫ്രൂട്ടിയുടെ ഒരു ജ്യൂസും ഒരു സ്നാക്സിനൊപ്പം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇന്റീരിയറിൽ നോക്കിയാൽ നല്ല വാം കളറിലുള്ള ഇന്റീരിയറാണ് ചെയ്തിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ട് ടോപ്പ് ലൈറ്റ് ഒക്കെ നല്ല രസമുള്ള, നമുക്ക് കണ്ണിന് ഇമ്പമുള്ള കളറാണ് ഇതിന്റെ ഉള്ളിൽ ചെയ്തിട്ടുള്ളത്. ബെഡ്ഷീറ്റ് നോക്കുകയാണെങ്കിൽ എല്ലാം ആ ഒരു കളറിലാണ് ചെയ്തിട്ടുള്ളത്. ഒരു താഴെ നോക്കുകയാണെങ്കിൽ ഗ്രാസിന്റെ മാറ്റ് വെച്ചിട്ടുണ്ട്. ബാറ്റ് കുറച്ച് ഹൈറ്റിലാണ് ഫ്ലോർ വന്നിട്ടുള്ളത്. അത് എമർജൻസി എക്സിറ്റ് ആ പോർഷനിൽ വരുന്നുണ്ട്. അത് നമുക്ക് ഡ്രൈവറെ പരിചയപ്പെടാം. പേര്
രഘു. വീട് തെങ്കാശി. ഓക്കെ. എവിടെ നാളായി വർക്ക് ഇതിൽ BLM? 6 മാസം ഓടിയിട്ടുണ്ട്. 6 മാസം. എൻ്റെ സെയിം റൂട്ടിലാ? സെയിം റൂട്ട്. ഓക്കെ ഓക്കെ. നമുക്ക് കോ ഡ്രൈവറോട് പരിചയപ്പെടാം. പേര് മാരിമുത്തു. വീട് തിരുനെൽവേലി. ഓക്കെ. അപ്പോൾ നമുക്ക് വണ്ടിയുടെ അസിസ്റ്റൻറ്റിനെ പരിചയപ്പെടാം. എന്താ പേര്? മാരിയമ്മൻ. പേര് വീട് തേനി. ഓക്കെ ഓക്കെ.